നഗരിൽ നിന്നും ബിന്ദു ചേരുന്നുണ്ട്. ബിന്ദു, ഇന്ന് കുഴഞ്ഞു വീണ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ അവിടുത്തെ ഒരു ഭക്തജനങ്ങൾ മരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും മതിയായ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ പോലും ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത്? ബിന്ദു, ടി വിയിൽ ശ്രദ്ധിക്കാതെ ആ ടെലിഫോൺ സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. തുടരാം ബിന്ദു. ബിന്ദു, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇത് സർക്കാരിന്റെ ഒരു വീഴ്ചയല്ലേ ഇത്? തീർച്ചയായും. പിന്നെ ഇതെന്താ ഇങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു സംഭവം ഇത്. കാരണം നമ്മളൊക്കെ ഒരു അയ്യപ്പ ഭക്തന്മാരാണ്. നമ്മളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അയ്യപ്പ ഭക്തന്മാരാണ്. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകാൻ ആൾക്കാർ ഇങ്ങനെ ശ്രമിക്കുന്നു. മലയിട്ട് ഇതൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഇതുവരെ ഞാൻ ജനിച്ചപ്പം മുതൽ ഇതിങ്ങനെ ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ വീട്ടിൽ നിന്നും ഭർത്താവിനെയും മക്കളെയൊക്കെ അങ്ങോട്ടേക്ക് വിടാൻ ഭയം തോന്നുന്നുണ്ടല്ലേ ബിന്ദു? അതെ, തോന്നുന്നുണ്ട്. ഈ സംഭവം കണ്ടിട്ട് എന്റെ മോനിപ്പോ ഒമാനിന്ന് വരും, അവിടുന്ന് വ്രതം എടുത്തിട്ട് വരുന്നാന്ന് മലക്ക് പോണ്ടിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോ ഒരു പേടി. അതേ ബിന്ദു, ഒരു വർഷത്തോളം നോറ്റ് കാത്തിരുന്നാണ് ഒരു നിമിഷം ഒന്ന് അയ്യനെ കാണാൻ വേണ്ടി എല്ലാവരും ആ ഒരു കാത്തിരിപ്പിലാണ്. അപ്പോഴാണ് അവിടെ അതിന് പോലും സമ്മതിക്കാതെ ഈ സർക്കാരിന്റെ ഗുരുതര വീഴ്ച, ദേവസ്വം ബോർഡിന്റെ ഗുരുതര വീഴ്ച അത് ഓരോന്നായി പുറത്തു വരുന്നത്. കാരണം ഒരുപാട് കേരള പോലീസ് ഉണ്ടല്ലോ, അവരെ കുറെ അവിടെ നിയന്ത്രിക്കണ്ടേ? കാരണം ഇപ്പൊ സ്വാമിമാരുടെ സീസൺ ആണല്ലോ. അതെ അതെ, തീർച്ചയായും. ശരി, വടകരയിൽ നിന്നും ബിന്ദുവാണ് പ്രതികരിച്ചത്. ഇനി ഒരു ചെറിയ ഇടവേള. എന്ത് ധൈര്യത്തിലാണ് നീ അകത്തേക്ക് കയറി വന്നത്? നീ തീർന്നടി. ഇപ്പൊ മനസ്സിലായോ നിനക്ക്? അവരുടെ ഒരു സ്പെഷ്യൽ ടീം തന്നെയുണ്ട്. അതിലുള്ളവർ ആരൊക്കെയാണെന്നോ അവരെങ്ങനെയാണ് ഓപ്പറേഷൻസ് നടത്തുന്നതെന്നോ മറ്റു പോലീസുകാർക്ക് പോലും അറിയില്ല. ദുർഗ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8:30. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBIS-ലൂടെ. ICL FinCorp announces public issue a secured NCD. Double your investment in just 70 months and earn higher returns with an effective yield of 12.62% on a cumulative basis under option 10 for 70 months. View the prospectus and download the application. Visit iclfincorp.com. Terms and conditions apply. ശബരിമലയിൽ തീർത്ഥാടകരുടെ മഹാപ്രവാഹം തുടർന്നു. 18-ാം പടി കയറ്റം താളം തെറ്റുന്ന ഒരു കാഴ്ചയാണ്. സന്നിധാനത്തടക്കം നിരവധി ഭക്തജനങ്ങളാണ് അയ്യനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഒരു ക്യൂവില്ല, വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പോലീസില്ല, ഇവരെ നിയന്ത്രിക്കാൻ പോലും അവിടെ ആരുമില്ലാത്തൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 18-ാം പടി കയറ്റം ആദ്യ ദിവസം തന്നെ താളം തെറ്റിയെന്ന് പറയേണ്ടി വരും. തീർത്ഥാടകർ പലരും, കുട്ടികളും മുതിർന്നവരും പ്രായമായ അമ്മമാരും ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡിന് മുകളിലൂടെ ചാടിക്കടക്കുകയാണ്. ഇതൊന്നും കാണാനും കേൾക്കാനും അവിടെ ആരുമില്ലേ എന്നതാണ് ചോദ്യം. എന്തായാലും സന്നിധാനത്ത് ഭക്തരെ നിയന്ത്രിക്കാനാകാതെ പോലീസ് വട്ടം ചുറ്റുന്ന ഒരു കാഴ്ച. വേണ്ട ജീവനക്കാരില്ല എന്ന് തന്നെ പറയേണ്ടി വരും. തിരക്ക് നിയന്ത്രിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ADGP S ശ്രീജിത്തിന് കത്ത് നൽകിയെങ്കിലും ഇതുവരെയും അതിനൊരു കാര്യക്ഷമമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ശരി, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മുടെ പ്രതിനിധികൾ മിഥുൻ മുരളിയും അരുൺ കൊടുങ്ങൂറും ചേരുന്നുണ്ട്. ആദ്യം മിഥുനിലേക്കാണ് പോകുന്നത്. മിഥുൻ, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ഈ കത്ത് നൽകിയതിനു ശേഷം, അതായത് ഈ പ്രസിഡന്റ് ADGP കത്ത് നൽകിയതിനു ശേഷം എന്ത് മാറ്റമാണ് അവിടെ കൊണ്ടുവന്നത്? അശ്വതി, ഈ സ്ഥിതി വ്യത്യസ്തമല്ല. അല്പസമയം മുൻപുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും സന്നിധാനത്ത് ഉള്ളത്. തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടില്ല. അനിയന്ത്രിതമായ തിരക്ക് ഇപ്പോഴും സന്നിധാനത്ത് തുടരുകയാണ്. ADGPക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട നടപടി അത് നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ തടയുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പക്ഷേ കൂടുതൽ സങ്കീർണമാക്കും പ്രശ്നം. നിലയ്ക്കൽ മുതൽ പമ്പയിലും നിലയ്ക്കലും എരുമേലി അടക്കമുള്ള മറ്റ് ഇടത്താവളങ്ങളിലെല്ലാം ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ഇതാണ് പോലീസിന് തിരക്ക് നിയന്ത്രിക്കാനുള്ള പ്രധാനപ്പെട്ട നടപടിയായി എടുക്കുന്നത്. ADGP ശ്രീജിത്ത് പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ഇപ്പോഴുള്ള ഈ അടിയന്തര സാഹചര്യം അത് പരിഹരിക്കുന്ന
തടയുന്നതിന് വേണ്ടി നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ തടയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോംവഴി എന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ മാത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇനിയും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകാൻ മണിക്കൂറുകൾ എടുക്കും. നടപ്പന്തലിലടക്കം ഭക്തജനങ്ങൾ ഇനിയും കാത്തു നിൽപ്പുണ്ട്. അതിന് അപ്പുറത്തേക്ക് മരക്കൂട്ടത്തും ശരംകുത്തിയിലുമെല്ലാം ഭക്തജനങ്ങളുടെ വലിയ തിരക്കും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടില്ല. 3 മണിക്ക് നട തുറന്നു. 18ാം പടി കയറി തുടങ്ങിയിട്ടുണ്ട് ഭക്തജനങ്ങൾ. എങ്കിലും താഴെ 18ാം പടിക്ക് താഴെ അസാമാന്യമായിട്ടുള്ള തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. തൊട്ട് താഴെ മരക്കൂട്ടത്തും ശരകുത്തിയിലുമെല്ലാം ഭക്തജനങ്ങളുടെ തിരക്ക് തുടരുകയും ചെയ്യുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു സാഹചര്യം അത് തന്നെ ഇപ്പോഴും ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട നടപടിയുടെ ഭാഗമായി നിലയ്ക്കലിൽ ഭക്തരെ തടയുമ്പോൾ തൊട്ട് താഴെ എരുമേലി അടക്കമുള്ള പത്തനംതിട്ട അടക്കമുള്ള ഇടത്താവളങ്ങളിലും ഭക്തജനങ്ങളെ മണിക്കൂറുകളോളം തടഞ്ഞു വെക്കേണ്ടി വരും. ഭക്തജനങ്ങൾക്ക് ഇടത്താവളങ്ങളിൽ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും എരുമേലി അടക്കമുള്ള മറ്റ് മേഖലകൾ നിലയ്ക്കലിലേക്ക് ഭക്തരെ പറഞ്ഞു വിടുകയും പിന്നീട് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും ഭക്തരെ എത്തിക്കുകയും ചെയ്യുകയുള്ളൂ. പമ്പയിലും ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് അറിയുന്നു. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും വലിയ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്ക് സന്നിധാനത്ത് തുടരുക തന്നെയാണ്. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ വലിയ അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് എന്ന് പറയാവുന്ന സാഹചര്യത്തിലേക്ക് സന്നിധാനത്തെ അവസ്ഥ പോയിരിക്കുന്നത്. മിനിറ്റിൽ 80-90 ഭക്തജനങ്ങളെ വീതമാണ് 18ാം പടി കയറ്റിവിടേണ്ടത്. അങ്ങനെ കയറ്റിവിട്ടാൽ മാത്രമേ ഉള്ളൂ തിരക്ക് തൊട്ടു താഴെയുള്ള 18ാം പടിക്ക് താഴെയുള്ള ഭാഗങ്ങളിലും നടപ്പന്തലിലും എല്ലാം തിരക്ക് നിയന്ത്രണ വിധേയമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിലവിൽ ഇന്നലെയും ഇന്നുമായി 40-50 ഭക്തജനങ്ങളെ 40 തൊട്ടും 50 വരെ ഭക്തജനങ്ങളെ മാത്രമാണ് 18ാം പടി കയറ്റിവിടാൻ സാധിക്കുന്നത്. മതിയായ പരിശീലനം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ശബരിമലയിൽ നേരത്തെ ഈ 18ാം പടിയിലൊക്കെ നിന്ന് സേവനം ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തതയാണ് ഇങ്ങനെ 40-50 ഭക്തജനങ്ങളിലേക്ക് 40 മുതൽ 50 വരെയുള്ള ഭക്തജനങ്ങളെ മാത്രം 18ാം പടി മിനിറ്റിൽ കയറ്റിവിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. അത് ആ 18ാം പടി കയറ്റുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ. അത് മിനിറ്റിൽ 80-90 വരെയൊക്കെ എത്തിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ താഴെ നടപ്പന്തലിലും മറ്റു ഭാഗങ്ങളിലുമെല്ലാം തിരക്ക് നിയന്ത്രണ വിധേയമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇനി പോലീസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ADGP ശ്രീജിത്ത് പ്രതികരിച്ചപ്പോഴും പറഞ്ഞതും അതാണ്. ഈ 18ാം പടി കയറ്റിവിടുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കുക മാത്രമേ ഇനി ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി മാറ്റാൻ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പ്രധാന നടപടിയായി പറയാൻ കഴിയുകയുള്ളൂ. കേന്ദ്രസേനയടക്കം എത്തണം എന്നുള്ള നിർദ്ദേശം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കേന്ദ്രസേന അടുത്ത ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ ജയകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള കേന്ദ്രസേന ഉദ്യോഗസ്ഥർ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഒരു പരിധിവരെ ഒരുപക്ഷെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി മാറ്റാൻ സാധിച്ചേക്കും. എന്നാൽ പക്ഷേ ഇപ്പോൾ നിലവിൽ സന്നിധാനത്തെ തിരക്ക് അനിയന്ത്രിതമാണ്. മണിക്കൂറുകൾക്ക് മുൻപുണ്ടായിരുന്ന അതേ സാഹചര്യം തന്നെ തുടരുകയും ചെയ്യുന്നു. ഇനി വരും മണിക്കൂറുകളിലും തിരക്ക് സന്നിധാനത്ത് ഇതേപടി തന്നെ നിലനിൽക്കാനുള്ള ഒരു സാധ്യത ആണുള്ളത്. മിഥുൻ, അങ്ങനെ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് ക്രമം തെറ്റിയതിൽ സ്ഥിതിഗതികൾ വഷളാക്കിയെന്ന സുരക്ഷാ ചുമതലയുള്ള ADGP ശ്രീജിത്ത്. ഭക്തർ വരി തെറ്റിക്കുന്നതും പ്രശ്നം വഷളാക്കി. കോടതിയുടെ നിർദ്ദേശപ്രകാരം 20,000 പരിമിതപ്പെടുത്തിയതിൻ്റെ കൂടുതലായിട്ട് ആൾക്കാർ വരികയാണ്. ആ വരുന്ന ആൾക്കാർ വരുന്നവരെല്ലാവരും ഉടനെ ദർശനം കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. 37,000-ഓളം ആൾക്കാരെയാണ് നമ്മൾ ഇപ്പോൾ സ്പോട്ട് ബുക്കിൽ 20,000-ത്തിന് സ്ഥാനത്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം വരുന്നവരെ നമുക്ക് തിരിച്ചു പറഞ്ഞു വിടാനുള്ള സംവിധാനം ഇല്ല. അതിന് ചെയ്യുന്നത് ശരിയുമല്ല. ഇതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഏതെങ്കിലും ദിവസം വെർച്വൽ ക്യൂ എടുത്തിട്ട് തോന്നുന്ന ദിവസം വരിക. ഇത് രണ്ടും ഈ ആൾക്കാർ ഭക്തജനങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി എല്ലാവർക്കും സ്വാമി ദർശനത്തിന് സ്കോപ്പ് ഉണ്ടാവണം. ഒന്നും മനസ്സിലാക്കി അവരാ ഡിസിപ്ലിൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഇപ്പോൾ കാഞ്ഞിരംകുളത്തു നിന്നും നമ്മുടെ ഒരു പ്രേക്ഷക തുളസി മണി ചേരുന്നുണ്ട്. തുളസി, ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നതല്ലേ, എന്താണ് തോന്നുന്നത്? അതെ, കാണുമ്പോ വളരെ വിഷമം തോന്നുന്നുണ്ട്. ഈ ഒരു തവണ ഭക്തர்களെല്ലാം അടിച്ചു വിരട്ടി ഇപ്പോ സ്വർണ്ണമെല്ലാം കവർന്നെടുത്ത് കൊണ്ടുപോയി. ഇപ്പോ ഈ ഇത്തവണ വന്ന് നോക്കുമ്പോ അവർക്ക് വെള്ളം പോലും ഇല്ലാതെ അയ്യപ്പന്മാര് കിടന്ന് കഷ്ടപ്പെടുന്നു, കൊച്ചു മാളികപ്പുറം വരെ. ഇങ്ങനെ ഭക്തர்கள் ഇങ്ങനെ വരാതെ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവിടെ ഭരിക്കുന്ന ഈശ്വരഭക്തി ഇല്ലാത്ത കുറെ കാലന്മാരാണ്, അല്ലാതെ മന്ത്രിമാരല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. വളരെ സങ്കടമുണ്ട്. ശബരിമലയിൽ എന്തൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റണമെന്നാണ് തുളസിമണിയുടെ ആഗ്രഹം? കുടിവെള്ളം കൊടുക്കുക. എന്തുമാത്രം നമുക്കവിടെ അയ്യപ്പ
സംഘടനകളും ഉണ്ടായിരുന്നല്ലോ, അവരെ പോലും അവിടെ കയറ്റി ഇവർക്ക് സഹായം കൊടുക്കാത്ത രീതിയിൽ ഇപ്പോ സർക്കാർ ആക്കി വെച്ചേക്കല്ലേ. വെള്ളം കൊടുക്കുന്നില്ല, അവർക്ക് ചുക്കുവെള്ളമില്ല, ബാത്റൂം സൗകര്യമില്ല. വളരെ വൃത്തിഹീനമായ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല അയ്യപ്പന്മാർക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. താങ്ക് യു തുളസി. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇനി ഞങ്ങളുടെ പ്രതിനിധി ശബരിമലയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ കൊടുങ്ങൂർ, ഈ ADGP ശ്രീജിത്ത് പറയുന്നത് സ്പോട്ട് ബുക്കിംഗ് ക്രമം തെറ്റിയതാണ് ഈ സ്ഥിതിഗതികൾ വഷളാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞ് ഒഴിയുന്നത്. അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിയാൻ പറ്റുമോ? സ്പോട്ട് ബുക്കിംഗ് മാത്രം ക്രമം തെറ്റിയതാണോ ഇത്രയും ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാനുള്ള കാരണം? അരുൺ, ഭക്തജനങ്ങൾ വരി തെറ്റിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം ഇതിന് കാരണമായി പറയുന്നത്. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഈ തിരക്ക് അല്ലെങ്കിൽ ഇത് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കാത്തത്. അതാണ് ഈ ശബരിമലയിൽ പ്രശ്നം ഇത്രത്തോളം വഷളാക്കിയെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഭക്തരുടെ മേൽ കുറ്റം ചുമത്തുന്ന അല്ലെങ്കിൽ കുറ്റം ചാരി രക്ഷപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് അരുൺ താങ്കളുടെ അനുമാനം? ഇത് മാത്രമാണോ ആ ശബരിമലയിലെ ഈ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത്? ഇപ്പോൾ നമ്മളോടൊപ്പം മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ കേട്ട് കാണുമല്ലോ ഈ ADGPയുടെ ഒരു വിചിത്രവാദം. അതായത് ഈ ഭക്തർ വരി തെറ്റിക്കുന്നു, അതുപോലെ സ്പോട്ട് ബുക്കിംഗ് ക്രമം തെറ്റി, ഇതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് എന്നാണ് പറയുന്നത്. മാത്രമല്ല വേണ്ടത്ര പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ദൃശ്യങ്ങളിൽ എവിടെയാണ് മിഥുൻ പോലീസ്? ഹലോ മിഥുൻ, കേൾക്കാമെങ്കിൽ ADGPയുടെ വിചിത്രവാദം നമ്മൾ കുറച്ചു മുൻപ് പ്രേക്ഷകരെ കാണിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഭക്തജനങ്ങൾക്ക് മേൽ കുറ്റം ചാരി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണോ? അശ്വതി, ഈ മുന്നൊരുക്കങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പാളിച്ചയാണ് പ്രധാനമായും ഇത്രയും അനിയന്ത്രിതമായ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാനും അത് കൃത്യമായി ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത്. കാരണം ഈ കൃത്യമായി ഓരോ ഇടങ്ങളിലും ഘട്ടം ഘട്ടമായിട്ട് ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുമ്പോൾ അവരെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മാത്രം അവിടെ തടഞ്ഞു നിർത്തി ബാക്കി ഭാഗങ്ങളിലേക്ക് ദർശനം സുഗമമാക്കി, സന്നിധാനത്ത് ദർശനം സുഗമമാക്കി ആ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഈ ശബരിമലയിൽ സേവനത്തിന് നിയോഗിച്ചിരിക്കുന്ന പോലീസുകാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്, സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഇതെല്ലാം അപ്പാടെ പാളിപ്പോയതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ അനിയന്ത്രിതമായ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. എല്ലാ രീതിയിലും ക്രൗഡ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും അമ്പാടെ പാളിയിരിക്കുന്നു. ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റം തീർത്തും പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. അതിൽ ഭക്തജനങ്ങൾ സ്പോട്ട് ബുക്കിംഗ് പ്രകാരം കൂടുതലായി എത്തി എന്നുള്ളതല്ല, ഭക്തജനങ്ങൾ വരിതെറ്റിച്ച് പോയി എന്നുള്ളതല്ല, അതൊക്കെ കേവലം വാദത്തിന് വേണ്ടി പറയാം എന്നുള്ളത് കാര്യങ്ങൾ മാത്രം. ഭക്തജനങ്ങൾ വരിതെറ്റിച്ച് പോയെങ്കിൽ അവിടെ മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരുന്നു. ഈ വരിതെറ്റിക്കുന്ന ഭക്തജനങ്ങളെ കൃത്യമായി തന്നെ ആ വരികളിലേക്ക് നിർത്താനും കൃത്യമായി തന്നെ ആ വരി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഭക്തജനങ്ങൾക്ക് അപകടമുണ്ടാകുന്ന രീതിയിൽ കാനനത്തിലൂടെ കാട്ടിലൂടെ അവർ സഞ്ചരിക്കുന്നില്ല ഉറപ്പുവരുത്താനുമുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അഭാവമായിരിക്കാം ഭക്തജനങ്ങൾക്ക് വരിതെറ്റിച്ചുകൊണ്ട് കാട്ടിലൂടെ സഞ്ചരിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് അവിടെ തെളിയുന്നത്. അതിന് ഭക്തജനങ്ങളുടെ മേൽ പരിചരിച്ചിട്ട് കാര്യമില്ല. മരക്കൂട്ടത്ത് മണിക്കൂറുകളോളം നേരം കാത്തുനിന്ന ഭക്തജനങ്ങളാണ് ഒടുവിൽ മടുത്തിട്ട് ഈ കാട്ടിലൂടെ അപകട ഭീഷണിയുള്ള വന്യജീവികളുള്ള ഇഴജന്തുക്കൾ ധാരാളമുള്ള കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് എത്താൻ ശ്രമിച്ചത്. അവിടെ മണിക്കൂറുകളോളമാണ് ഭക്തജനങ്ങൾ കാത്തുകിടന്നത്. തിക്കും തിരക്കും അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മരക്കൂട്ടത്ത് അനുഭവപ്പെട്ടിരുന്നു. മരക്കൂട്ടത്ത് ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തിയപ്പോൾ അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കിയില്ല, അവർക്ക് വിരിവെച്ച് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കിയില്ല. കുട്ടികളടക്കം അവിടെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടിയ ഭക്തജനങ്ങൾ ഒടുവിൽ സഹികെട്ട് മടുത്തിട്ടാണ് ഈ കാട്ടിലൂടെ സഞ്ചാരം തുടർന്നുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള ശ്രമം നടത്തിയത്. അവിടെ അപ്പോൾ മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ വരിയിലേക്ക് മാറ്റി നിർത്തുന്നതിന്, വരി ക്രമീകരിക്കുന്നതിന്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് വരി വിരിവെച്ച് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിനൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഇല്ലായിരുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് പ്രകാരം എത്തുന്ന ഭക്തജനങ്ങളെ പരമാവധി ഭക്തജനങ്ങളെ ദർശനം നടത്തിക്കും
എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കും. അത് സ്പോട്ട് ബുക്കിംഗ് ആയാലും വെർച്വൽ ക്യൂ ബുക്കിംഗ് ആയാലും അത് മുഴുവൻ ഭക്തജനങ്ങൾക്കും എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും സൗകര്യം ഒരുക്കി നൽകും എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്, അവകാശവാദം ഉന്നയിച്ചത്. അവിടെ അതും പാളിയിരിക്കുന്നു. ക്രൗഡ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിൽ കേരള സർക്കാരിന് സമ്പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിക്കുകയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്ന ഈ വലിയ തിരക്കും ഈ ഭക്തജനങ്ങളുടെ കൂടുതൽ സമയം മണിക്കൂറുകളോളം അവർക്ക് കാത്തിരിക്കേണ്ട സാഹചര്യവും ഒക്കെ. പമ്പയിൽ ഇന്നലെ രാവിലെ എത്തിയ ഭക്തജനങ്ങൾ പോലും ഒരു ദിവസം പിന്നിട്ട് സന്നിധാനത്ത് എന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ എത്രത്തോളം പരാജയമാണ് എന്നുള്ളതിന്റെ ഉദാഹരണമായി മാറുന്നു. കേരള പോലീസ് എത്രത്തോളം പരാജയമാണ് എന്നുള്ളതിന്റെ ഉദാഹരണമായി മാറുന്നു. ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്രൗഡ് മാനേജ്മെന്റും ഒപ്പം ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങളും കൈകാര്യം ചെയ്തതിൽ എത്രത്തോളം സൃഷ്ടിച്ചിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ്. മുൻകാല അനുഭവങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പോലീസിനും കേരള സർക്കാരിനും മുന്നിൽ ഉള്ളതാണ്. ഇത് ആദ്യമായല്ല ശബരിമലയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. മുൻകാലങ്ങളിലെല്ലാം സമാനമായ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഉണ്ടായ വീഴ്ചകളിൽ നിന്നും കേരള സർക്കാർ പഠിക്കുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പഠിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണം മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭക്തജനങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും സംരക്ഷിക്കുന്നില്ല. അവരുടെ അടിസ്ഥാന മൗലിക മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമേറിയ കാര്യമായി എടുത്തു പറയേണ്ടത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വരി നിന്ന് മടുത്തുപോയ ഭക്തജനങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ പുറപ്പെട്ട ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അവർ പിന്നീട് പറയുന്നത് ഇനി ഞങ്ങൾ സന്നിധാനത്തേക്ക് ഇല്ല, ശബരിമലയിലേക്ക് ഇല്ല, കാരണം അത്രയും ബുദ്ധിമുട്ടി, അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചു. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അത് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കൃത്യമായി തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം വന്നാൽ അവിടെ കുടിവെള്ളമടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വിശ്രമിക്കുന്നതിനുള്ള സങ്കേതങ്ങൾ ഒരുക്കിക്കൊണ്ട് വിരിവെക്കുന്നതിനുള്ള സങ്കേതങ്ങൾ ഒരുക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ഒരു പക്വത കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ മണ്ഡലകാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത് മിഥുൻ, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. വളരെ ആശങ്കാജനകമാണ് ശബരിമലയിലെ നിലവിലെ സ്ഥിതി.